അതിനുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി സിസ്റ്റർ വീണ മാത്യുവിനെ ക്ഷണിക്കും. ആശ്രയമായെനിക്കേശു മാത്രം ആയതെനിക്കെന്തൊരാനന്ദമേ. ആശ്രയമായെനിക്കേശു മാത്രം ആയതെനിക്കെന്തൊരാനന്ദമേ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനേ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനേ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. പാടുകൾ ജീവിതത്തിൽ വരുമ്പോൾ പാടി സ്തുതിക്കുവാൻ കൃപയരുളും. പാടുകൾ ജീവിതത്തിൽ വരുമ്പോൾ പാടി സ്തുതിക്കുവാൻ കൃപയരുളും. പാടുകളേറ്റൊരു നാഥൻ തരും മാടാക്കിരീടമതും. പാടുകളേറ്റൊരു നാഥൻ തരും മാടാക്കിരീടമതും. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. ശത്രുവിൻ ഭീകര പീഡനങ്ങൾ ശക്തിയായി ജീവിതേ നേരിടുമ്പോൾ. ശത്രുവിൻ ഭീകര പീഡനങ്ങൾ ശക്തിയായി ജീവിതേ നേരിടുമ്പോൾ. തൃക്കരത്തിൽ നമ്മെ വഹിച്ചിടും താൻ നിത്യമാം ശാന്തി തരും. തൃക്കരത്തിൽ നമ്മെ വഹിച്ചിടും താൻ നിത്യമാം ശാന്തി തരും. എന്തൊരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. ആശ്രയമായെനിക്കേശു മാത്രം ആയതെനിക്കെന്തൊരാനന്ദമേ. ആശ്രയമായെനിക്കേശു മാത്രം ആയതെനിക്കെന്തൊരാനന്ദമേ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനേ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനേ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി വളരെ അർത്ഥവത്വമായ ഒരു പാട്ട് നമുക്ക് കേൾപ്പാൻ തക്കൊടയായി തീർന്നത് നമ്മുടെ ആത്മീയമായ ബലത്തിനും ശക്തിക്ക് കാരണമാക്കി തീർന്നല്ലോ. നമുക്ക് ആശ്രയമായി അത് യേശു മാത്രം. അതാ നമ്മുടെ ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനിലാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം വിശ്രാമം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിലെ കഷ്ടതകൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പാടി സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടതകൾ സഹിച്ചാൽ ആ കർത്താവിന്റെ വരവുങ്കൽ ദൈവത്തിന് സ്തോത്രം വാടാത്ത കിരീടം പ്രാപിപ്പാൻ തക്കണം ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. പൈസോടെ അല്പനേരത്തിൽ ലഘുവായ കഷ്ടം ആൽവിയാതി നിത്യമായ സന്തോഷത്തിന് പ്രതിഫലത്തിന് കാരണമാക്കി തീർക്കുന്ന സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരുമെങ്കിൽ പ്രൈസോടെ ഹല്ലേലൂയ അവനോടൊപ്പം ആയിത്തീരുവാൻ തക്കണം. ഹല്ലേലൂയ. അഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവരാണ് നാം. പ്രൈസോടെ പാട്ടിലൂടെ അതൊരു പ്രാവശ്യം കൂടെ ഓർത്തിപ്പാൻ തക്ക വേണ്ടിയായി തീർന്നല്ലോ. ദാസ്യ കുടുംബമായി അനുഗ്രഹിക്കേണ്ട ദൈവത്തിന് സ്തോത്രം. പ്രൈസോടെ ഇനി ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കണം അത് അവസരം കൊടുക്കി മാനിക്കട്ടെ കൊടുത്ത നല്ല താലന്തിനായി സ്തോത്രം. പ്രൈസോടെ ഹല്ലേലൂയ. അതായത് ദൈവനാമത്തിന് വേണ്ടി ഊഴിപ്പാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉത്സാഹത്തിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി നൽകി അവരെ മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസോടെ ഹല്ലേലൂയ. പാട്ട് പാടിയ ദൈവത്തിന് സ്തോത്രം. സിസ്റ്റർ ബീന മാത്യുവിനോർത്ത് വനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ലൂക്കിനോർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രളനായിരിക്കുന്ന ഏവരെ ഓർത്ത് പ്രളൈനിനെ ഓർത്ത് പ്രളനായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനാ രാജാവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈ സന്ധ്യാസമയം കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്നയോളം ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നപ്പാ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നീ ആഗ്രഹിക്കുന്ന പോലെ ഈ ദിവസങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ആയിത്തീരുവാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ, നിന്റെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന ജനത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ വചനം കർത്താവെ കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജ്ഞാനത്തിൽ വളർന്ന് വർദ്ധിച്ചു വരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ അനുഗ്രഹങ്ങളാലും നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ക്രിസ്തുവിന് പ്രസാദകരമായി ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി നല്ല ഫലം കായ്ക്കുവാൻ ചെയ്യുമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്കും കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ക്രിസ്തുവിൽ വളർന്ന് വർദ്ധിച്ചു വരുവാൻ കർത്താവെ. കർത്താവെ, വിശ്വാസത്തിൽ വളർന്ന് വർദ്ധിച്ചു വരാൻ താവേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർന്നു വരുവാൻ ദൈവമേ ക്രിസ്തുവിനോട് കൂടി പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങൾ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, നിന്റെ വരവ് ഏറ്റുകൊടുത്തിരിക്കുകയാണ് കർത്താവെ. പ്രത്യാശയോടെ കർത്താവെ ദൈവമേ ജീവിക്കുവാൻ കൃപ തരണമേ. നിന്റെ വചനത്തിന്റെ മുൻപാകെ വിറയ്ക്കുന്നവരായി കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ദൈവത്തെ ഭയപ്പെട്ട് കർത്താവെ, ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. രാത്രി സമയം കർത്താവെ, ദാസൻ കർത്താവെ ലൈനിൽ തങ്ങിച്ചാനായ സ്തോത്രം. കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. മക്കളെയും കൊച്ചുമക്കളെയും നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പാട്ടുപാടിയ പ്രിയ ബീനായ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു താവേ. ദാസിൽ കൂടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, താവേ ശക്തി നൽകുന്ന വചനം താവേ പാട്ടിൽ കൂടെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകളെ നീ ധാരാളമായി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവിനെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലവും ശക്തിയും ഞങ്ങളുടെ സമാധാനവും താവേ നീ ആകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. വചനമായിട്ട് കടന്നു വരുന്ന കർത്താവിന്റെ ദാസനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുടുംബത്തെ സഹായിക്കണമേ. വചനം കർത്താവെ സംസാരിക്കുവാൻ അവന് ബലവും ശക്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കടന്നു വന്ന ജനം നിന്റെ സന്നിധിയിൽ സന്തോഷം അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവമേ രാത്രിയിൽ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാ നന്മകളാലും കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. അർക്കപ്പെട്ട കുഞ്ഞാടിന് കർത്താവെ ഞങ്ങളുടെ സകല മാനവും മഹത്വവും കർത്താവെ ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവേദനകളും നെടുവീർപ്പുകളും അറിഞ്ഞു കർത്താവെ രാത്രിയിൽ കർത്താവെ നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയനെ കുടുംബമായി താവെ ഏൽപ്പിക്കുകയാണ്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കുടുംബത്തെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനുകഴിക്കായി നമ്മുടെ കാതുകളെ തുറക്കാം. ദൈവഭയത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പിലായിരിക്കാം. വചനം പഠിപ്പിക്കുന്നതായി കർത്താവദാസൻ ലൂക്കിനെ ക്ഷണിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ നല്ല ദൈവം എനിക്ക് ദൈവവചനം പറയാനായിട്ട് ഇങ്ങനെ ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് എനിക്ക് സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ എഫേസ്യർ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ എഫേസ്യറിന്റെ 6 അധ്യായത്തിന്റെ എന്താണ് പൗലോസ് ഈ സഭയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയുന്നത്, അതിൽ ഓരോ ചാപ്റ്ററിന്റെയും കണ്ടന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു.
ഈ എഫേസ്യ സഭ എങ്ങനെ സ്ഥാപിതമായി, എന്താണ് ഈ സഭയുടെ പ്രത്യേകത, പൗലോസിന് എന്തുകൊണ്ട് ഈ സഭയോടൊരു ഇന്റിമേറ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. താൻ എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനം കൂടെ കൂട്ടുവാണെങ്കിൽ 14 പുസ്തകത്തിലും ഏറ്റവും കൂടുതൽ ഡോക്ട്രിനൽ കാര്യം അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് എഫേസ്യരുടെ ലേഖനത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. കർത്താവായ ദൈവം നമുക്ക് എന്ത് ചെയ്തു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഒന്നാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്യും. 2 ഡിവിഷനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒരു വിശ്വാസിക്ക് ദൈവത്തിലുള്ള സ്ഥാനം അല്ലെങ്കിൽ അടിസ്ഥാനം എന്തുവാന്ന് പഠിപ്പിക്കുന്നുണ്ട്. 4 കാര്യങ്ങളാണ് പൗലോസ് ആ 4 വാക്യങ്ങളിൽ പറയുന്നത്. ആ 4 കാര്യങ്ങൾ വളരെയേറെ ആഴമുള്ളതും നമ്മൾ കേൾക്കുമ്പോൾ വളരെ ലാഘവത്തോടെടുത്താലും അതിന്റെ ആഴത്തിലേക്ക് ചെല്ലുവാണെങ്കിൽ വളരെയധികം അർത്ഥവത്തായ കാര്യങ്ങൾ ഈ 1-ാം അധ്യായത്തിന്റെ 14 വാക്യങ്ങളിൽ പൗലോസ് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എങ്ങനെ അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ആഴത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത വായിക്കുന്ന ആർക്ക് വേണമെങ്കിൽ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് പൗലോസ് അതിന്റെ 15-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് തന്റെ ലേഖനത്തിൽ, ഫിലിപ്പിയൻ ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലും മാത്രമേ ഉള്ളൂ ഒരു ഡീറ്റെയിൽ ആയിട്ട് ലേഖനത്തിന്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഈ 6 അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ താൻ എഴുതിയിരിക്കുന്ന 14 വാക്യങ്ങൾ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അത് രണ്ടും കൂടെ ചേർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പൗലോസ് ഈ സഭയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പഠിച്ചതാന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താണ് ഈ സഭയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇവരെ കുറിച്ചുള്ള ഒരു ടെസ്റ്റിമണി ഒന്ന് വായിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിന് 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണെങ്കിൽ 15, 1-ാം അധ്യായത്തിന് 15-ാം വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി. പൗലോസ് ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന 2 ക്വാളിറ്റീസാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളിലുള്ള യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെ കുറിച്ച് ഞാൻ കേട്ടു. അന്നേരം 3 വർഷം അവരുടെ കൂടെ താമസിച്ചു. 6 വർഷത്തിന് ശേഷം ഈ ലേഖനം എഴുതുമ്പോൾ പോലും അവരെ കുറിച്ചുള്ള നല്ല ടെസ്റ്റിമണിയാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് കർത്താവിൽ വളരെ ശക്തമായ ഒരു വിശ്വാസമുണ്ട്. 2, വിശുദ്ധന്മാരോട് നിങ്ങൾക്ക് വലിയൊരു സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിനോടാണ് എഴുതുന്നത്. ഞാൻ അത് വായിക്കാൻ കാരണം ഇത് വളരെ ഹാർഡ് കോറായിട്ട് അല്ലെങ്കിൽ കർത്താവിനെ വളരെയധികം ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ദൈവമക്കൾ എന്നുള്ള നമ്മൾ ഓരോ വ്യക്തികളും തമ്മിൽ ഒരു സ്നേഹമുള്ള അങ്ങനെയുള്ള ഒരു ക്രൗഡിന്, അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തിന്, ഒരു ന്യൂ കമർ ബിലീവർ എന്നതിൻ്റെയും കൂടി ഉപരിയായിട്ട് വളരെ ശക്തമായിട്ട് കർത്താവുമായിട്ടുള്ള നടപ്പില് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കണം, എനിക്ക് കർത്താവിന് വളരെ അടുക്കണം എന്നുള്ള അങ്ങനെയുള്ള ഒരു സഭയോടല്ല, അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തിനോട് പൗലോസ് എഴുതുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ കേട്ടതും കൊണ്ട് ഇടപെടാതെ സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ 16 താഴോട്ട് പ്രാർത്ഥിക്കുന്നത്. പൗലോസ് അതിന്റെ 11-ാമത്തെ വാക്യത്തില് വിശ്വാസ്യതയെ കുറിച്ച് പറയുമ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 4 കാര്യങ്ങളാണ് പൗലോസ് ഊന്നി പറയുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യം എന്ന് വായിച്ചു. 1-ാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ. അവിടെ പറയുന്നത് കർത്താവിന് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം നിർണയപ്രകാരം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ പൗലോസ് പറയുന്നത് കർത്താവിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അവന് നമ്മളെ കുറിച്ച്, കർത്താവിന് ലോകത്തിന്റെ അടിസ്ഥാനം മുമ്പേ നമ്മളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്.
അങ്ങനെ പൗലോസ് പറയുന്നത്. ഈ പ്ലാനിന്റെ തുടക്കത്തിന് കാരണം നമ്മളല്ല, സ്വർഗത്തിലെ ദൈവമാ പ്ലാൻ ചെയ്ത്. നമുക്ക് ഭാവിയെക്കുറിച്ചോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ നമ്മുടെ ഇന്നത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു സംശയമോ ഭയമോ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുള്ള പ്ലാൻ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം സോവറിൻ ദൈവമാണ്. എനിക്ക് നാളെ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ പ്ലാനിന്റെ അവസാനം എന്തുവാന്ന് ആൽഫയും ഒമേഗയും ആയിരിക്കുന്ന എൻ്റെ ദൈവത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അവനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് എൻ്റെ സ്വർഗത്തിലെ നല്ല ദൈവം, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ശത്രു ഇനി എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും എൻ്റെ ദൈവത്തിന് അതൊരു സർപ്രൈസ് അല്ല. കർത്താവ് പറയുമോ, ആഹാ അത് വരുന്നത് ഞാൻ കണ്ടില്ലല്ലോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. He will never be surprised because his plan is firm. ദൈവത്തിന്റെ പ്ലാനിന് ഒരു വ്യത്യാസവുമില്ല. ഈ പ്ലാൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാകുന്നത്? ഞാൻ പറഞ്ഞു 15-ാമത്തെ വാക്യം മുതൽ പൗലോസ് ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. ഈ പ്ലാൻ മനസ്സിലാക്കേണ്ട രീതിയെക്കുറിച്ചും ഓരോ അടിസ്ഥാനത്തെക്കുറിച്ചും പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ പ്രാർത്ഥന പറയുന്നുണ്ട്. 17-ാം വാക്യം വായിച്ചേ. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. മതി. നമുക്ക് ദൈവത്തിന്റെ വലിയ പ്ലാനും പദ്ധതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം പരിജ്ഞാനവും ജ്ഞാനവും തരണം. അതിന്റെ 17-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? So that your wisdom and revelation will increase. ദൈവം നിങ്ങൾക്ക് വിസ്ഡവും റെവലേഷനും തരും. ദൈവം നിങ്ങൾക്ക് പരിജ്ഞാനവും ജ്ഞാനവും തരും. ദൈവം പരിജ്ഞാനം തന്നില്ലെങ്കിൽ പ്ലാൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാലും, നിർണയപ്രകാരം മുൻനിയമിച്ച് ദൈവത്തിന് സകല ഹിതപ്രകാരം വലിയ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാലും, ശത്രുവിന്റെ ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴേ നമ്മളെല്ലാം മറന്ന് നമ്മൾ തന്നെ പ്ലാൻ ഇടും. ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ സോവർണിറ്റിയില് ദൈവം എന്നെ കുറിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് വന്നാലും ഞാൻ കുലുങ്ങി പോകത്തില്ല എന്ന് നമുക്ക് സ്വയം തീരുമാനമെടുത്ത് നമുക്കൊരു ചിന്ത മാറ്റി ഒരു പോസിറ്റീവ്, അങ്ങനെയാണല്ലോ പല ആത്മീയ ഗോളത്തിലും പുറത്തും ജോലിയിലും എല്ലാം കേൾക്കുന്ന പോസിറ്റീവ് തിങ്ക് പോസിറ്റീവ്, തിങ്ക് ഗുഡ് തിങ്സ്. ഇതൊക്കെ വളരെ താൽക്കാലികമാണ്. ഇതൊക്കെ മനുഷ്യന്റെ ബലത്തില് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പൗലോസ് പറയുന്നത് എന്റെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ എത്ര ചിന്തിച്ചാലോ, നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് പോയാലോ, നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവവചനം കേട്ടാലോ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പരിജ്ഞാനവും ജ്ഞാനവും കൂട്ടിത്തരണം. അൺലെസ് ഗോഡ് ഗിവ്സ് യു വിസ്ഡം, അൺലെസ് ഗോഡ് ഗിവ്സ് യു റെവലേഷൻ, എത്ര കേട്ടാലും നമുക്ക് മനസ്സിലാകത്തില്ല. എത്ര കേട്ടാലും നമ്മുടെ ഉള്ളിൽ അത് പോകത്തുമില്ല. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വെച്ച് മനസ്സിൽ വലിയ ഭാരമോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നേ പറയത്തുള്ളൂ, കർത്താവ് മതിയായവന് അല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ പ്ലാൻ നമുക്ക് മനസ്സിലാകുന്നില്ല. കർത്താവിന് എന്നെക്കുറിച്ചുള്ള വലിയ ഉദ്ദേശം, അവൻ എന്നെക്കുറിച്ചുള്ള കരുതൽ, അവൻ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വലിയ പ്ലാൻ. യെരമ്യാവ് 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. അത് ഒരു ഹാമിനല്ല. അടിമത്തത്തിലേക്ക് 70 വർഷത്തേക്ക് ഇസ്രായേൽ ജനം പോകുമ്പോൾ യെരമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നത്, ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ എനിക്കറിയാം. അത് നിങ്ങളുടെ ദോഷത്തിനായിട്ടല്ല. ദാറ്റ് ഇസ് ഫോർ യുവർ പ്രോസ്പെറിറ്റി. അത് നിങ്ങളുടെ നന്മയ്ക്കായി. എനിക്കറിയാം. ആ പ്ലാൻ നിങ്ങൾ ഇട്ടതല്ല, അത് വേറെ ഒരു മനുഷ്യനിട്ടതല്ല. അത് എനിക്ക് എൻ്റെ മക്കളെ കുറിച്ചുള്ള പ്ലാൻ. നമ്മൾ വളരെ ജഡീകരം, നമ്മൾ അനേകം കുറവുള്ള മനുഷ്യനാണെങ്കിൽ പോലും
നമ്മൾ എത്രയെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അവർക്ക് ഇന്ന് രാത്രിയിലുള്ള ഡിന്നർ മുതൽ അവർ നാളെ ഏത് സ്കൂളിൽ പോകണം, ഏത് കോളേജിൽ പോകണം, ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ജഡത്തിൽ വളരെ വീക്ക്നെസ് ഉള്ള നമ്മൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ സോവറനായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എത്രത്തോളം പ്ലാൻ ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്റെ കർത്താവെ, ദൈവത്തിന്റെ വലിയ പ്ലാൻ കാണാൻ എനിക്കെന്നത് പറ്റണമേ കർത്താവെ. I want to see your great plan. ദൈവത്തിന്റെ വലിയ പ്ലാൻ. പൗലോസ് പറയുന്നത് അത് ദൈവത്തിന്റെ ഹിതപ്രകാരം, he has predestined. അവൻ എല്ലാം അവന്റെ ഹിതപ്രകാരം he connected everything together. അത്ര വലിയവനായ ദൈവം. ഒന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു വിസ്ഡം ഉണ്ടായിരിക്കണം, റെവലേഷൻ ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാ? സർവശക്തനായ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. പൗലോസ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം അതിന്റെ 12-ാമത്തെ വാക്യം എന്ന് വായിച്ചു. പൗലോസ് പറയുന്നത് രണ്ടാമത്തെ അടിസ്ഥാനം, മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ. രണ്ടാമത്തെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ആശ ക്രിസ്തുവിലായിരിക്കണം. അവർ ഹോപ്പ് ഷുഡ് ബി ഇൻ ക്രൈസ്റ്റ്. എന്തിനാ? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ്, നമ്മുടെ ഹോപ്പ്, നമ്മുടെ ആശ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ ജോലിയിലല്ല, നമ്മുടെ വീടിലല്ല, നമ്മുടെ ആരോഗ്യത്തിലല്ല, നമ്മുടെ മക്കളിലല്ല നമ്മുടെ ആശ. ക്രിസ്തു യേശുവിലാണ് നമ്മുടെ ആശ. അവർ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ. റോമാലേഖനം കർത്താവിനെ കുറിച്ച് വളരെയധികം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. യഹോവ ജൈറ, യഹോവ റാഫ, യഹോവ റോഹി, അങ്ങനെ നമുക്ക് പല പേരും അറിയാം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദൈവം. നമ്മുടെ പ്രത്യാശ എന്തോ? ദൈവം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നല്ല, അല്ല, ദൈവമാണ് നമ്മുടെ പ്രത്യാശ. മൈ ഫൗണ്ടേഷൻ, മൈ ഹോപ്പ് ഇസ് ഇൻ ലോർഡ്. ആശയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും? അല്ലെങ്കിൽ ഹോപ്പിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകുന്നത്? പൗലോസിന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, 16-ാം വാക്യം മുതൽ 22 വരെ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പൗലോസ് രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് ഈ എഫേസ്യർ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. 18-ാമത്തെ വാക്യം വായിച്ചു. 18. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസ് പിന്നെയും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ ഹൃദയം, 17-ാം വാക്യത്തിന് അവസാനം, നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കണം. എന്തിനാ? അവന്റെ വിളിയുടെ ആശ എന്തുവെന്ന് മനസ്സിലാക്കണം. പൗലോസ് 12-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആശ ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആര് ഹൃദയം തുറന്നു തരണം? ദൈവം തുറന്നു തരണം. നിങ്ങളുടെ വിളിക്കൊരാശയുണ്ട്, വിശുദ്ധന്മാരിൽ അവന് ഒരു അവകാശവുമുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് ഐ എം പ്രേയിങ് so that your hearts will be enlightened. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കും. ഹൃദയം തുറന്നാലേ ട്രൂ ഹോപ്പ്, യഥാർത്ഥ ആശ എന്തുവെന്ന് മനസ്സിലാകത്തുള്ളൂ, യഥാർത്ഥ അവകാശം എന്തുവെന്ന് മനസ്സിലാകത്തുള്ളൂ. വിശുദ്ധന്മാരിൽ അവനിൽ നമുക്കൊരു അവകാശമുണ്ട്. We have a position in him. We have an inheritance in him. കർത്താവിൽ നമുക്കൊരു അവകാശമുണ്ട്. നമുക്ക് പലപ്പോഴും വളരെയധികം പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നമുക്ക് നിൽക്കുമ്പോൾ ഒത്തിരി ഐസൊലേഷനും ഇൻഫിനിറ്റി കോംപ്ലക്സും തനിച്ചായി പോകുന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബലം എന്തോ? അയ്യോ, രണ്ടുപേര് കൂടെ ഉണ്ടായിരുന്നതിൽ ഒന്നുമല്ല. മൈ ഇൻഹെറിറ്റൻസ് ഇൻ ക്രൈസ്റ്റ്, എന്റെ കർത്താവിലുള്ള അവകാശം, എന്റെ കർത്താവിലുള്ള ആശ. പൗലോസ് പിന്നെയും എഫേസ്യർ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐ എം പ്രേയിങ് ഫോർ യു.
നിങ്ങളുടെ ആശ, നിങ്ങളുടെ പ്രത്യാശ, നമ്മുടെ എന്തിലാണ് നമ്മുടെ പ്രത്യാശ? 2 അടിസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വലിയ പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനിയിപ്പം ആ പ്ലാന്റെ ഡീറ്റെയിൽസ് എന്തോന്ന് വലുതായിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും സർവശക്തനായ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, അത് തന്നെ ഭയങ്കര കംഫേർട്ടാ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു വലിയ ഉദ്ദേശമുണ്ട്. പിന്നെ പ്രാർത്ഥിക്കണം, എന്റെ കർത്താവെ അത് കാണാൻ സാധിക്കണം. അതാ പൗലോസ് പറഞ്ഞേ, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടറിവ് പോരാ, നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എന്തുവാന്നും അവൻ നിങ്ങൾക്ക് തരുന്ന റെവലേഷൻ എന്തുവാന്നും നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തുവാന്നും നിങ്ങൾ തിരിച്ചറിയണം. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2ാമത് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ആശ എന്തുവാന്ന്, ക്രിസ്തുവിലാണ് നിങ്ങളുടെ ആശ. പക്ഷെ ആ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതാ ഞാൻ പറഞ്ഞു, കേൾക്കുമ്പോൾ വളരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എല്ലാം പ്ലാൻ, ഹോപ്പ്, ഇതൊക്കെ വളരെ എന്താ പറയണ്ടേ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക്സ് ആണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് വളരെ കെയർലെസ് ആയിട്ട് വളരെ ലാഘവത്തോടെ ഈ വാക്കുകൾ അങ്ങ് വിടുന്നതാണ്. പക്ഷെ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇതിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഴം മനസ്സിലാക്കിയ വി ആർ സോ സെക്യൂർ. നമ്മുടെ പ്രയാസങ്ങളോ ശത്രുവിന്റെ അമ്പുകളോ തന്ത്രങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് വരത്തില്ല. കാരണം യു ഹാവ് എ ബിഗ് ഷീൽഡ്, ബിക്കോസ് ആ ഫൗണ്ടേഷൻ കർത്താവിന്. പൗലോസ് പിന്നെയും ഇങ്ങനെ ഈ ഒരു ഹോപ്പ് ഉള്ളവരെ കുറിച്ച് 13ാമത്തെ വാക്യത്തില് എന്താ പറയണ്ടേ ഒരു വിശ്വാസി ആകുന്നതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 13ാം വാക്യം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അവിടെ പറയുന്നത് നിങ്ങള് കർത്താവിന്റെ സുവിശേഷം, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ദ ബിഗ്ഗസ്റ്റ് ഫൗണ്ടേഷൻ. നമുക്ക് പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം, നമുക്ക് ഹോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം, പക്ഷെ അത് ആക്റ്റീവ് ആകുന്നത് കേട്ട ദൈവവചനം, വായിച്ച ദൈവവചനം വിശ്വസിക്കുമ്പോൾ. വെൻ യു ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ലോകത്ത് നമ്മൾ ന്യൂസിലാണോ ബിലീവ് ചെയ്യുന്നത്? എന്റെ വഴികളിലാണോ ബിലീവ് ചെയ്യുന്നത്? എന്തിലാണ് എന്റെ വിശ്വാസം? ദൈവവചനം, സത്യവചനത്തിലാണ് നമ്മുടെ വിശ്വാസം. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ 19ാമത്തെ വാക്യം എന്ന് വായിച്ചാലും പൗലോസ് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. 19ാം വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഓർത്ത് വയ്ക്കുക, പൗലോസ് എന്തിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി അളവറ്റ വലുപ്പം ഇന്നതെന്ന്. അന്നേരം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്തുവാന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പേടിക്കുന്നത്. പൗലോസ് പറയുന്നത് ഐ എം പ്രേയിങ് ഫോർ യു. എന്തിനാണെന്നറിയോ? കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വിശ്വസിക്കുന്നവര്, നമ്മൾ ദൈവവചനം കേട്ടപ്പോൾ വിശ്വസിച്ചു. വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങൾ ദൈവവചനം കേട്ടപ്പോൾ, നിങ്ങൾ ദൈവവചനം വിശ്വസിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു? എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? നരകത്തിൽ പോകേണ്ട നമ്മുടെ പേര് എന്താ പറയണ്ടേ, സ്വർഗരാജ്യത്ത് പോകാനായിട്ട് ജീവോത്സവത്തിൽ പേരെഴുതി എന്ന് മാത്രമുള്ളതാണോ? അത് മാത്രമേ നടന്നുള്ളൂ? അതോ എന്റെ ഉള്ളിൽ ഐ ബിക്കേം എ ന്യൂ പേഴ്സൺ? 1 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് ദ ഓൾഡ് ഈസ് പാസ്ഡ് അവേ. എന്റെ ആഗ്രഹങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടായി, എന്റെ ചിന്തകൾക്കൊരു വ്യത്യാസം ഉണ്ടായി, എന്റെ ജീവിത ശൈലിക്കൊരു വ്യത്യാസം ഉണ്ടായോ? വിശ്വസിക്കുന്നവർക്ക് നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചപ്പോൾ എന്തോ പറ്റിയേ? വാട്ട് ഹാപ്പൻ ടു യു? എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായോ? എന്റെ പാപമെല്ലാം ക്ഷമിച്ചു, അതുകൊണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പാപമെല്ലാം കർത്താവ് കഴുകിക്കളഞ്ഞു. അത് മാത്രമേ നടന്നുള്ളൂ? യേശുവിനെ സ്വന്തം രക്ഷയായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു യു? അതിന്റെ അടുത്ത വാക്യത്തിൽ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചത്. ഇതായിട്ടൊന്ന് വായിച്ചേ.
14-ാം വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂർത്തിക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Praise the Lord. Hallelujah. സ്വോത്രം 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 കർത്താവേ. ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷയായിട്ട് സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മുദ്ര നമ്മുടെ മേൽ വിശ്വസിച്ചപ്പോൾ വാഗ്ദത്തം തന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സീൽ ചെയ്തു എന്ന പൗലോസ് പറയുന്നത്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയർ. അതിന്റെ അകത്ത് പറയുന്നത്, when you believed, you were marked in him with a seal. When you believed, ഒത്തിരി റോങ് ഡോക്ടറിൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഒത്തിരി തെറ്റായ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പിന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പിന്നെ നിൽക്കുക. There are a lot of things. You are marked by the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ മുദ്ര, രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ കർത്താവ്, that's a deposit, that's a proof. 14-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, this is the deposit of guaranteeing of your inheritance. നിങ്ങളുടെ അവകാശത്തിന്റെ അച്ചാരമാ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ മുദ്രയിട്ടത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസത്തിലാണ്. There is something like baptism of the Holy Spirit. അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. But the marking that you are protected, രക്ഷിക്കപ്പെട്ട നാളിൽ തന്നെ സംഭവിച്ചു. That's your deposit. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. കർത്താവിന് എന്നെ കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട്. 2, ദൈവം എനിക്ക് വലിയൊരു ആശ തന്നിട്ടുണ്ട്, അത് ക്രിസ്തുവിന് മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. 3, ദൈവത്തിന്റെ സത്യസുവിശേഷം കേട്ടപ്പോൾ ഞാൻ ക്രിസ്തുവിന് വിശ്വസിച്ചു. 4, വിശ്വസിച്ച അന്ന് തന്നെ എന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതും എന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, എന്റെ മുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്നു. പരിശുദ്ധാത്മാവ് തന്നുകൊണ്ട് എന്തോ പറ്റി? You received the Holy Spirit. എന്തോ പറ്റി? What happened? അളവറ്റ ശക്തി എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഇസ് ഇറ്റ് മീനിങ്? എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ 20, 21 വാക്യങ്ങൾ, 20, 21, 22 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഈ മുദ്ര നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നപ്പോൾ വാട്ട് ഹാപ്പൻ ടു us എന്നുള്ള പൗലോസ് പറയുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം 20, 21, 22. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പൗലോസ് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എല്ലാ അധികാരവും ക്രിസ്തുവിന് കൊടുത്ത അതേ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അത് പ്രാർത്ഥനയാൽ പൗലോസ് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കർത്താവിന്റെ മുദ്ര നമ്മുടെ മേൽ വന്നാൽ കർത്താവിന്റെ അധികാരം നമ്മുടെ മേലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്ന് പറഞ്ഞു, കർത്താവിന്റെ പ്ലാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിസ്ഡമും റെവലേഷനും വേണം. അതാ പൗലോസ് പറയുന്നത്. നിർണയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിജ്ഞാനവും ജ്ഞാനവും വേണം. ആശയും പ്രത്യാശയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഹൃദയം പ്രകാശിപ്പിച്ചേരണം. പൗലോസ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസിക്കുന്നത് നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനുള്ള ശക്തി എന്തുവെന്ന് മനസ്സിലാക്കണം. വിശ്വസിച്ചവർക്ക് കർത്താവ് ഗ്യാരണ്ടി ആയിട്ട്, ഇൻഹെറിറ്റൻസ് ആയിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുദ്രയായിട്ട് നൽകിയിരിക്കുന്നത് എല്ലാത്തിന്റെ മേൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് അധികാരം നമുക്ക് ലഭിച്ചിരിക്കും. എഫെസ്യർ സഭയോട് പൗലോസ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെയധികം ഇനി മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് 4, 5, 6 വാക്യങ്ങളിൽ ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ ബിൽഡിങ്ങിന്റെ പുറത്തുള്ള കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. 1, 2, 3 അധ്യായങ്ങൾ പൊതുവെ വിശ്വാസികളായിരിക്കുന്ന നമ്മള് വായിച്ചിട്ടോ എനിക്കിത് വളരെ ഘനമേറിയത് അല്ലെങ്കിൽ
വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായതിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്, എനിക്ക് ഏറ്റവും സമാധാനം തരുന്നത്, കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് പല കാര്യങ്ങളും ജീവിതത്തില് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം തന്ന വാക്യങ്ങളാണ് ഈ 1-ാം അധ്യായം 11-ാം വാക്യത്തില് ജസ്റ്റ് ടു റിമെമ്പർ, അല്ലെങ്കിൽ ഒന്ന് ഓർക്കാനായിട്ട് എന്റെ കർത്താവിന് എന്നെ കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ലേലും എന്റെ പരിമിതമായ ബുദ്ധിയിൽ എനിക്കത് വലിയതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ദൈവ സോവറിന്, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ഇന്നെങ്ങനെ സർവൈവ് ചെയ്ത് തീർക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഇന്നല്ല, ഞാൻ കർത്താവിനെ കാണുവോളോ എല്ലാ ദിവസവും എന്ത് സംഭവിക്കുമെന്ന് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് അതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്നത്. ആ ഒരു പ്രത്യാശയിലായിരിക്കണം. അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവസാനം കർത്താവ് എന്റെ ഹിതമല്ല, കർത്താവിന്റെ ഹിതമാണെന്ന് പറയുമ്പോൾ പോലും മനസ്സിലൊരു പ്രയാസം, അയ്യോ അത് അതിന്റെ അർത്ഥം എന്തോ എനിക്ക് കിട്ടിയില്ലല്ലോ. ഇതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതെന്നറിയോ? ദൈവത്തിന്റെ പ്ലാനിന്റെ ഒരു വലിപ്പം നമുക്ക് അറിയാൻ വയ്യാത്തോണ്ട. നമുക്ക് ദൈവത്തിന്റെ പ്ലാനിന്റെ വലിപ്പം അറിയാൻ വയ്യാത്തോണ്ട. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് ഇത് ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ വേണ്ട എന്ന് പ്രാർത്ഥിക്കാൻ പോലും പേടിയാ. ഇതിന്റെ എല്ലാം കുഴപ്പമില്ലെന്നറിയാം. നമ്മുടെ ആഗ്രഹത്തിന് കുഴപ്പമല്ല, ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കർത്താവിന്റെ വലിയ പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എത്ര പേരാണ് നമുക്ക് പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കേട്ടാൽ തോന്നും നമ്മൾ പറഞ്ഞാൽ മാത്രമേ കർത്താവിന് മനസ്സിലാകത്തുള്ളൂ. ഇതിന്റെ ഒരു വലിയ ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. എന്റെ കർത്താവെ, ഐ ഡു യുവർ പ്ലാൻസ് ആർ പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞ ആ വാക്യം ജെറമയ 29:11, മൈ പ്ലാൻസ് ആർ നോട്ട് ടു ഹാം യു, ദോഷത്തിലല്ല, ടു ഗിവ് യു ആൻ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ. എന്ത് എക്സ്പെക്ടഡ് ഫ്യൂച്ചർ? യെരമ്യാവിനോട് പറയുന്നത് 70 വർഷത്തിന് ശേഷം യു വിൽ കം ബാക്ക്, നിങ്ങൾ തിരിച്ചു വരും, അടിമത്തത്തിൽ തിരിച്ചു വരും. അത് നിങ്ങൾ തീരുമാനിച്ചതല്ല, അത് സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്ത. ആ പ്ലാൻ എനിക്കറിയാം. ഈ 70 വർഷം നിങ്ങൾ ആയിരിക്കുമ്പോഴും നിങ്ങൾ അവിടെ അഭിവൃദ്ധിയിൽ നിൽക്കും. ബാബിലോണിൽ നിങ്ങൾ അഭിവൃദ്ധിയിൽ നിൽക്കും. കർത്താവിന് അത്ര പ്രിസൈസ് ആയിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഈ സമയത്ത് വരുമ്പോൾ എന്ന് പറയുന്നത് മിനിറ്റ്സും സെക്കൻഡ്സും മില്ലി സെക്കൻഡ്സും സമയത്തെ തന്നെ ഉണ്ടാക്കിയ ടൈം ബൗണ്ട് അല്ലാത്ത കർത്താവിന് അത്ര പ്രിസൈസ് പ്ലാൻ ഉണ്ട്. നമ്മളത് വളരെയധികം നമ്മുടെ മനസ്സിൽ ശത്രു മറ്റ് ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ഓടിയെത്തേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. എത്ര പേര് വളരെ സീരിയസ് ആയിട്ട് ദൈവവചനം പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഫിൽ യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട്സ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അടുത്ത പ്രാവശ്യം പല പ്ലാനിനെ കുറിച്ച് സംശയം തോന്നുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. എഫേസ്യൻസ് 1 പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ പറയുന്നത്, ഫോർ ദിസ് റീസൺ ദാറ്റ് ഐ പ്രേ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാം? ഈ 14 വാക്യങ്ങൾ ഇസ് വെരി ടഫ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് ആർക്ക് വേണ്ടിയുള്ള ഞാൻ പറഞ്ഞു, കർത്താവിൽ വിശ്വാസമുള്ളവരും വിശുദ്ധന്മാർ തമ്മിൽ വളരെ ആഴമായ സ്നേഹമുള്ളവരും. പൗലോസ് അതിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ എൻഡിൽ ഇങ്ങനെ പറയുന്നത്, ഫുൾനെസ്, കർത്താവിന്റെ ഫുൾനെസ് ഇൻ ഹിസ് ബോഡി, അത് സഭയാണ്. ഫുൾനെസ്, കർത്താവിന്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ അധികാരം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ഓരോ വ്യക്തികളും ഇത് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് കേട്ട വചനങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലായോ എന്ന് മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ പറ്റിയോ എന്റെ ജീവിതത്തിൽ ഇസ് ഇറ്റ് റിയലി ട്രൂ എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയാണ്. വിഷയം പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ കാണുമ്പോൾ അധൈര്യപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനം
ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അത് ഞങ്ങളുടെ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല കർത്താവ്. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാകത്തില്ല. പൗലോസ് പ്രാർത്ഥിച്ചൊരു കർത്താവ് ഞങ്ങളുടെ പരിജ്ഞാനവും ജ്ഞാനവും കർത്താവ് തുറന്നു തരണമേ. ഞങ്ങളുടെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ആശ വെക്കാതെ ക്രിസ്തു യേശുവിൽ ആശ വെക്കുവാനായിട്ട്, ആ ഹോപ്പിന്റെ വലിയ വലുപ്പം മനസ്സിലാക്കുവാനായിട്ട്, പ്രത്യാശയുടെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ പൗലോസ് പ്രാർത്ഥിച്ചു പോലെ ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു തരണമേ. കേൾക്കുന്ന സത്യവചനം കർത്താവെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിച്ച നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ശക്തി മനസ്സിലാക്കാനായിട്ടിടയാണ്. വിശ്വസിച്ചപ്പോൾ കർത്താവ് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിന്റെ മുദ്ര, ഡെപ്പോസിറ്റ്, ഇൻഹെറിറ്റൻസ്, ഗ്യാരണ്ടി ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് സ്തോത്രം. അത് നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിലുള്ള അധികാരം മനസ്സിലാക്കാനായിട്ടിടയാണ്. താങ്ക് യു ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന്റെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ സന്ധ്യാസമയം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 23 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രൈസോടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. ഒരു പ്ലാൻ ഉണ്ട് നമ്മളെ കുറിച്ച് കർത്താവിന്. ദൈവത്തിന് സ്തോത്രം. അതിനാൽ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും പ്രാപിക്കണമെന്ന് കർത്താവിന്റെ ദാസൻ നമ്മൾ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആശ ക്രിസ്തുവിലായിരിക്കണം, ഭൗതികത്തിലാകുന്നത്. അവന്റെ വെളിയുടെ ആശ നാം തിരിച്ചറിയണം. പ്രൈസ് ഹല്ലേലൂയ. അതിന് നാം ദൈവവചനം കേൾക്കണം, കേട്ട വചനം വിശ്വസിക്കണം. പ്രൈസ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാ നാം. പ്രൈസ് നമുക്ക് സ്വർഗീയമായ അധികാരവും ദൈവം നൽകപ്പെട്ടിരിക്കുന്നു എന്ന കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യകരമായ പ്രത്യാശ എത്തിച്ചേരുവാൻ തക്കോണ്ടയായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ ഇന്ന് സന്ധ്യാസമയം നമ്മളെ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ ഒരു താമസങ്ങളിൽ വരും ദിവസങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ലേഖനം പഠിപ്പിപ്പാൻ തക്കൊണ്ട് ദാസനെ മാനിക്കട്ടെ, കുടുംബമായവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഒരു ബുധനാഴ്ച സന്ധ്യാസമയങ്ങളുടെ ദൈവന പഠിപ്പാൻ അടികൾക്ക് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. അത് ഞങ്ങളുടെ തിരക്കേറിയ ജീവിതയാത്രയിലും ഹല്ലേലൂയ ദൈവനം പഠിപ്പാൻ ഞങ്ങൾ ഒരുക്കി തരുന്ന അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങൾ ഉപയോഗിക്കുവാൻ അത് അനുഗ്രഹമായി ഇടയാക്കി തീർക്കുമാറാകണമേ. ഹല്ലേലൂയ എന്ന പാട്ടുപാടിയ കൃഷ്ണനായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായി ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ പാട്ട് പാടുവാൻ തക്കൊണ്ട് ദാസിയെ ഉപയോഗിച്ചല്ലോ. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ സ്വർഗം അവിടുന്ന് മറുപടി നൽകുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. വാസനായി സ്തോത്രം. ദാസനെ മാനിച്ചാട്ടെ, കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. ഭൗതിക മേഖലകളിൽ അറിയ വിശാലങ്ങളിൽ മാനിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അറിയ മറുപടി നൽകി സ്വർഗോടുന്ന് മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവം എല്ലാ മേഖലയിലും വിശാലതകളിലും മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന ദാസിക്കായി കുടുംബമായി മാനിച്ചാട്ട് വചനം വായിച്ച് സഹായിച്ച് ദാസി ഏൽപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഏവരെയും അവരുടെ ആവശ്യങ്ങളുടെ മധ്യ സ്വർഗം പ്രവർത്തിക്കുമാറും കേട്ട വചനം ഹല്ലേലൂയ ആത്മീയമായി ഞങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും അവരുടെ കാരണമാക്കി തീർത്തതിനായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. പേരനായി ഏൽപ്പിക്കുന്നു. സാൻമനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. കുടുംബമായവരെ അനുഗ്രഹിക്കണം. ഇതിലൂടെ നടത്തപ്പെടുന്ന എല്ലാ പ്രോഗ്രാമുകളും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അനേകർക്ക് വിടുതലും നിത്യരക്ഷയ്ക്കും കാരണമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം അങ്ങേക്കർപ്പിക്കുന്ന അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കണ്ണോട് കേട്ട ക്രോഡത്തിനുമുള്ളണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.